എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എക്സ്റ്റേണൽ ലൈബ്രറീസ് അഥവാ NPM മൊഡ്യൂൾസ് ബ്രൂണോയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യമേ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. ബ്രൂണോ സപ്പോർട്ട്സ് ലോഡിംഗ് എനി NPM മൊഡ്യൂൾ ടു യൂസ് ഇൻ യുവർ സ്ക്രിപ്റ്റിംഗ് വർക്ക് ഫ്ലോസ്. യു നീഡ് ടു ആഡ് എ package.json ഫയൽ വെയർ യുവർ കളക്ഷൻ ഈസ് സ്റ്റോർ. ബ്രൂണോ ഏത് NPM മൊഡ്യൂൾ ലോഡ് ചെയ്യാനുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ആ NPM മൊഡ്യൂൾ യൂസ് ചെയ്ത് നമുക്ക് സ്ക്രിപ്റ്റിംഗ് വർക്ക് ഫ്ലോസിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടി കളക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതേ ലൊക്കേഷനിൽ തന്നെ ഒരു package.json എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ package.json എന്ന ഫയലിൻ്റെ കണ്ടൻറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ള കണ്ടൻറ്റ് ഒന്ന് നെയിം എന്നൊരു കീ ഉണ്ട്, എൻ്റെ വാല്യൂ, നിങ്ങളുടെ കളക്ഷൻ്റെ പേജ് അനുസരിച്ച് കൊടുക്കുക, വേർഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഡിപ്പെൻഡൻസീസ് എന്നുള്ള സെക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഏത് NPM പാക്കേജ് ആണോ ആ പാക്കേജ് ഇവിടെ മെൻഷൻ ചെയ്യുക, അതിൻ്റെ കറസ്പോണ്ടിങ് വേർഷൻ നമ്പർ കൂടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആൻഡ് ദെൻ റൺ NPM ഇൻസ്റ്റാൾ ഇൻസൈഡ് യുവർ കളക്ഷൻ ഫോൾഡർ. അപ്പം ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ആ പർട്ടിക്കുലർ NPM പാക്കേജ് യൂസ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് കോഡ് ബ്രൂണോയ്ക്കകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പ്രോസസ്സ് നോക്കാം. ഞാൻ എൻ്റെ കേസിൽ കളക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ പാത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കേസിൽ ദിസ് PC വിൻഡോസ് SSD C യൂട്യൂബ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ബ്രൂണോ, അതിനകത്ത് ബ്രൂണോ API ടെസ്റ്റിംഗ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ 3 കളക്ഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്: ഓതറൈസേഷൻ, JSON സെർവർ, റിക്വസ്റ്റ്. അപ്പം ഏത് കളക്ഷൻ്റെ അകത്താണോ NPM മൊഡ്യൂൾ യൂസ് ചെയ്യേണ്ടത് ആ കളക്ഷൻ്റെ അകത്ത് പോവുക. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ റിക്വസ്റ്റ് എന്ന കളക്ഷനകത്താണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ഞാൻ ഇവിടെ എൻ്റെ കേസിൽ ഓൾറെഡി ഞാൻ package.json ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ 1 KB എന്നൊരു ഫയൽ. ഇതിൻ്റെ ടൈപ്പ് നിങ്ങൾക്ക് കാണാം JSON ഫയലാണ്. അപ്പോൾ നിങ്ങളൊരു package.json ഫയൽ കളക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതേ പാതിൽ തന്നെ കൊണ്ടുപോയി ഇടുക. അതിൻ്റെ അകത്ത് ഈ പർട്ടിക്കുലർ കാര്യങ്ങൾ ആഡ് ചെയ്യുക: നെയിം, വേർഷൻ, ഡിപ്പെൻഡൻസീസ്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഈ നോട്ട് പാഡിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ package.json എന്നൊരു ഫയൽ കളക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതേ ലൊക്കേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തേക്ക് ഈ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതേ പാത്ത് ഈ കളക്ഷൻ്റെ അകത്ത് പോയി കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ CMD ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ലൊക്കേഷനിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. അതിനുശേഷം NPM ഇൻസ്റ്റാൾ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആ പാക്കേജ് ഇൻസ്റ്റാൾ ആയിക്കോളും. എൻ്റെ കേസിൽ അത് വളരെ സ്പീഡിൽ നടന്നു, കാരണം ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫോൾഡറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 2 ഫോൾഡറും കൂടെ ജനറേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാം. ഒന്ന് നോൺ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പാക്കേജ് ലോക്ക് എന്ന് പറഞ്ഞൊരു JSON ഫയലും കൂടെ ജനറേറ്റ് ആവും. അപ്പോൾ ഈ നോഡ് മൊഡ്യൂൾസിനകത്താണ് നമ്മൾ ആഡ് ചെയ്ത ഫേക്കർ എന്നുള്ള ലൈബ്രറി ആഡായി വരുന്നത്. നമ്മൾ ഫേക്കർ എന്ന ലൈബ്രറിയാണ് ഈ ഡെമോയിൽ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഏത് നോഡ് മൊഡ്യൂൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഫേക്കർ എന്ന ലൈബ്രറി യൂസ് ചെയ്യുന്നത് ഫേക്കായിട്ടുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ റിയൽ ടൈമിൽ API ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇമെയിൽ, മൊബൈൽ നമ്പർ ഇതുപോലത്തെയൊക്കെ API വെച്ചുള്ള പേലോഡ് നമ്മൾ സെൻഡ് ചെയ്തു. അതേ പേലോഡ് തന്നെ വീണ്ടും സെൻഡ് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മെയിൽ ID, മൊബൈൽ നമ്പർ എന്നൊക്കെ പറഞ്ഞ് എറർ മെസ്സേജ് ത്രോ ചെയ്യും. അപ്പം ഒരിക്കലും സെർവർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ വീണ്ടും പേലോഡ് മാറ്റേണ്ടി വരും. പക്ഷേ ഫേക്കർ എന്ന ലൈബ്രറി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണ ഹിറ്റ് ചെയ്യുമ്പോഴും പുതിയ പുതിയ യുണീക്ക് ആയിട്ടുള്ള ഫേക്ക് ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഡെമോയ്ക്ക് വേണ്ടി ടെസ്റ്റിംഗ് പെർസ്പെക്റ്റീവിൽ ഫേക്കർ എന്ന ലൈബ്രറി യൂസ് ചെയ്യുന്നു. ഇതുപോലെ ഏത് NPM പാക്കേജ് വേണേലും യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ആ ഇൻസ്റ്റാളേഷന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഫേക്കർ എന്ന ലൈബ്രറി നമ്മുടെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി reqres എന്നുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്തതിന് ശേഷം randomName, randomJob എന്നുള്ള 2 കോൺസ്റ്റൻറ്റ് അതിൻ്റെ അകത്തേക്ക്
faker.person.firstName, പേഴ്സൺ എന്ന ഈ ക്ലാസ്സിനകത്ത് ഫസ്റ്റ് നെയിം എന്നുള്ള മെത്തേഡ് ഞാൻ വിളിച്ചു. അപ്പോൾ ഒരു ഫസ്റ്റ് നെയിം ജനറേറ്റ് ചെയ്യും. ആ ഫസ്റ്റ് നെയിം റാൻഡം നെയിമിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ പേഴ്സൺ എന്ന ക്ലാസ്സിനകത്ത് നിന്ന് തന്നെ ഫേക്കർ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് faker.person.jobTitle, അപ്പോൾ ഒരു ജോബ് ടൈറ്റിൽ റാൻഡം ജോബ് എന്ന കോൺസ്റ്റന്റിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനുശേഷം ആ രണ്ട് വാല്യൂസ് റാൻഡം നെയിം റാൻഡം ജോബും reqres-collection എന്ന മെത്തേഡിനകത്ത് നെയിം എന്ന കീയിലേക്കും ജോബ് എന്ന കീയിലേക്കും പാസ് ചെയ്യും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആയിരിക്കും നമ്മൾ ബ്രൂണോയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ബ്രൂണോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ reqres എന്ന കളക്ഷനുള്ളിൽ ക്രിയേറ്റ് യൂസർ യൂസിങ് ഫേക്കർ ഡേറ്റ എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വേർസ് എന്ന ടാബിനകത്ത് രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നെയിം വാല്യൂ, ജോബ് വാല്യൂ. അപ്പോൾ ഈ വേരിയബിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അസേർഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ API ഹിറ്റ് ചെയ്യുമ്പോൾ റെസ്പോൺസ് അത് വരുന്നത് നെയിം എന്നൊരു കീ ഉണ്ട്, ജോബ് എന്നൊരു കീ ഉണ്ട്, അതുപോലെ ഓട്ടോമാറ്റിക് ജനറേറ്റ് ID, അതുപോലെ ക്രിയേറ്റഡ് അറ്റ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. അപ്പം നെയിം എന്ന കീയിലെ വാല്യൂ ഞാൻ നെയിം വാല്യൂ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ reqres.body.name, അതുപോലെ ജോബ് വാല്യൂ എന്ന വേരിയബിളിലേക്ക് ജോബ് എന്ന കീയുടെ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മൾ അസേർഷനകത്ത് യൂസ് ചെയ്യും. അതുപോലെ രണ്ട് വേരിയബിൾ സ്ക്രിപ്റ്റ് സെക്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം brew.setWhere എന്ന മെത്തേഡ് വിളിക്കുന്നതിന് ശേഷം കീ ആയിട്ട് നെയിം സെറ്റ് ചെയ്യുന്നു. ആ കീയിലേക്ക് rest.body.name, അതായത് നെയിം എന്ന കീ വരുന്ന വാല്യൂ നെയിം എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ ജോബിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. ഇതും നമ്മൾ അസേർഷൻ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. വേർസ് എന്ന ടാബിൽ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾസ് അസേർട്ട് എന്ന ടാബിൽ അസേർഷൻ യൂസ് ചെയ്യും. അതുപോലെ സ്ക്രിപ്റ്റ് എന്ന സെക്ഷനിൽ പോസ്റ്റ് റെസ്പോൺസ് സെക്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്ന രണ്ട് വേരിയബിളും ടെസ്റ്റ് എന്ന ടാബിനകത്താണ് ആഡ് ചെയ്യുന്നത്. വേർസ് എന്ന ടാബിനകത്തും നമ്മൾ വേരിയബിൾസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് റെസ്പോൺസ് എന്ന സെക്ഷനകത്താണ്. കാരണം നമുക്ക് വേരിയബിൾ റെസ്പോൺസ് യൂസ് ചെയ്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. റെസ്പോൺസ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് നെയിം വാല്യൂ, ജോബ് വാല്യൂ എന്ന വേരിയബിളിലേക്ക് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ NPM മൊഡ്യൂൾ യൂസ് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന ടാബിനകത്ത് തന്നെയാണ്. ഇവിടെ ഞാൻ പ്രീ റിക്വസ്റ്റ് സെക്ഷനകത്താണ് ആ നോട്ട് പാഡിനകത്തെ ഡോക്യുമെൻറ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം കോഡ് തന്നെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫേക്കർ എന്ന ലൈബ്രറി യൂസ് ചെയ്യാനുള്ള കോഡ് യൂസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം റാൻഡം നെയിം, റാൻഡം ജോബ്, രണ്ട് കോൺസ്റ്റന്റ് അത് reqres.setBodyക്കകത്ത് നമ്മൾ കീ ആയ നെയിമിലേക്കും ജോബിലേക്കും കൊടുക്കുന്നു. അതിനുശേഷം സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ തവണയും പുതിയ പുതിയ ഡേറ്റ ആയിരിക്കും ജനറേറ്റ് ആകുന്നത്. ഇവിടെ ഞാൻ അസേർഷൻ സെക്ഷനകത്ത് സ്റ്റാറ്റസ് കോഡ്, അതുപോലെ വേർസ് എന്ന ടാബിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾസിൻ്റെ യൂസേജും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ reqres.body.name, അതിനകത്ത് വരുന്ന വാല്യൂ നെയിം വാല്യൂവിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ തന്നെയാണോ വരുന്നത് നോക്കാം. അതുപോലെ ജോബിൻ്റെ വാല്യൂ നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അതുപോലെ സ്ക്രിപ്റ്റ് സെക്ഷനകത്ത് പോസ്റ്റ് റെസ്പോൺസിന് നമ്മൾ രണ്ട് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അസേർഷൻ നമ്മൾ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റാറ്റസ് കോഡിൻ്റെ അസേർഷനും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് സെറ്റ് ചെയ്ത വേരിയബിളിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടി brew.getVar എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കറസ്പോണ്ടിങ് കീ പാസ് ചെയ്താൽ മതി. സെറ്റ് ചെയ്യാൻ വേണ്ടി brew.setVar എന്നുള്ള മെത്തേഡ് വിളിച്ചു. അതുപോലെ ആ സെറ്റ് ചെയ്ത വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി brew.getVar എന്നുള്ള മെത്തേഡ് വിളിച്ച ശേഷം കറസ്പോണ്ടിങ് കീ പാസ് ചെയ്തു. ഇനി ഞാൻ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. സെൻഡായി 201 സ്റ്റാറ്റസ് കോഡ് വന്നു. ഇവിടെ ടെസ്റ്റ് എന്ന സെക്ഷനകത്ത് 6 എന്നൊരു കൗണ്ട് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് കാണാം. മൊത്തം 3 അസേർട്ട് എന്ന ടാബിലും 3 ടെസ്റ്റ് കേസുകൾ ടെസ്റ്റ് എന്ന ടാബിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 അസേർഷനാണ് കൊടുത്തിരിക്കുന്നത്. 6 പാസ് ആയതുകൊണ്ടാണ് 6 എന്നുള്ള കൗണ്ട് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കാണാം. ഇനി ഞാൻ വീണ്ടും ഹിറ്റ് ചെയ്യുമ്പോൾ പുതിയ ഡേറ്റ ആയിരിക്കും ജനറേറ്റ് ആകുന്നത്. ലൂക്കാസ് ഗ്ലോബൽ ഇൻ്റഗ്രേഷൻ സ്പെഷ്യലിസ്റ്റ് വീണ്ടും ഹിറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ ഡേറ്റാസ് ആയിരിക്കും ജനറേറ്റ് ആകുന്നത്. ഇതിങ്ങനെ സാധിച്ചത് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന ടാബിൽ ഫേക്കർ ലൈബ്രറി യൂസ് ചെയ്താണ് നമുക്ക് ഇങ്ങനെ ഫേക്ക് ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പം
ഈ ഡെമോയ്ക്ക് വേണ്ടി ഞാൻ NPM മൊഡ്യൂളായ ഫേക്കർ ലൈബ്രറി യൂസ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഏത് NPM മൊഡ്യൂൾ വേണേലും നമുക്ക് ബ്രൂണോയിൽ യൂസ് ചെയ്യാം. അപ്പം ഇഷ്ടംപോലെ യൂസ് കേസുകൾ ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചർ കൊണ്ട് ബ്രൂണോയ്ക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ് ചെയ്ത കംപ്ലീറ്റ് കോഡും ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് പുൾ ചെയ്തെടുക്കുകയോ ക്ലോൺ ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.